ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി റിവ്യൂ ആയിട്ട് പറയാൻ പോണത്. അങ്ങനെ അശ്വിനും ശ്രുതിയും സത്യങ്ങളൊക്കെ തന്നെ, പ്രീതിയും കൂടി ചേർന്ന് സത്യങ്ങളൊക്കെ തന്നെ അഞ്ജലിയെടുത്തും ആ വീട്ടിലെ എല്ലാവരോടും പറയാണ്. അതോടുകൂടി ആകാശിനെ പ്രീതിയെടുത്ത് വല്ലാത്തൊരു ദേഷ്യം തോന്നും കേട്ടോ. കാരണം പ്രീതിനെ വിവാഹം കഴിക്കുന്ന മുമ്പ് ആകാശ് പറഞ്ഞിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യവും പാടില്ല, പരസ്പരം എല്ലാം ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പ്രീതിയായിട്ട് ആ ഒരു മാരേജും കാര്യങ്ങളൊക്കെ നടന്നത്. ശേഷം ദേ പ്രീതി തന്നെ ഈ വലിയൊരു സത്യം തന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊരു കാരണം കൊണ്ടിട്ട് നമ്മുടെ ആകാശാണെങ്കിൽ പ്രീതിയായിട്ട് വഴക്കാവാണ്. അവർ തമ്മിൽ പിന്നെ മിണ്ടത്തേ ഇല്ല കേട്ടോ. പക്ഷെ അശ്വിനും ശ്രുതി ശരിക്കും പക്ക പ്രണയത്തിലാവാണ്. അതായത് അശ്വിനിന് ശ്രുതി എടുത്ത് ഒരു ഇതും ഇല്ല കേട്ടോ, പ്രണയം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവിക്കുക, ഇവരുടെ ചെറിയൊരു പിണക്കം കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം ആരോടും മിണ്ടില്ല, ആരോടും സംസാരിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഏതു നേരവും ഇവരുടെ വിവാഹ ആൽബം ഉണ്ടല്ലോ, ഷ്യാമിന്റെയും അതുപോലെ തന്നെ അഞ്ജലിയുടെ വിവാഹത്തിന്റെ ആൽബം ഉണ്ടല്ലോ, ആ ഒരു ആൽബം നോക്കിയിരിക്കലാണ് അഞ്ജലിയുടെ ഏത് നേരത്തെയും പണി. ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കും. അപ്പൊ ശ്രുതി ഇങ്ങനെ അഞ്ജലിയുടെ സംസാരിക്കാൻ വേണ്ടിയൊക്കെ വരും കേട്ടോ. ചേച്ചി ചേച്ചി ഇങ്ങനത്തെ ആരും സംസാരിക്കാതെയും ഭക്ഷണം കഴിക്കാതെ ഇരുന്ന ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ചേച്ചി അതിനെക്കുറിച്ച് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അഞ്ജലി ആ ഒരു കാര്യം ഓർക്കണത്. ഓ, തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്നാലോചിച്ചിട്ട് അഞ്ജലി വേഗം തന്റെ കൈയെടുത്ത് വയറ്റിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ശേഷം പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ അടുത്തൊക്കെ ദേഷ്യമായിട്ട് അഞ്ജലിക്ക്. അഞ്ജലി ആർത്തും മിണ്ടാതെ പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് ഇറങ്ങി പോകാണ്. അഞ്ജലിനെ അന്വേഷിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അഞ്ജലിനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. മനോരമ ആ സമയത്തും ശ്രുതിനെയും പ്രീതിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ കാരണമാണ് ഈ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അഞ്ജലി മോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോരമ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അന്വേഷണത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അഞ്ജലിനെ അന്വേഷിക്കുമ്പോഴേക്കും ഇവിടെ മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വരുവാണ്. ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഞാനൊരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു, ആ സ്ത്രീ എനിക്ക് പൈസ ഒന്നും തന്നില്ല, അവരൊന്നും മിണ്ടാതെ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി എന്ന് ചോദിക്കുമ്പോ അത് ഏത് സ്ത്രീയാ എന്ന് അശ്വിൻ ചോദിക്കുമ്പോ അയാൾ പറയുന്നുണ്ട്, ഓട്ടോക്കാരൻ അതൊരു മുടന്തുള്ള സ്ത്രീയാ, കാലിന, അത് എന്റെ ചേച്ചിയാ എന്ന് പറയാണ്. അശ്വിൻ വേഗം തന്നെ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ പോയി ഓട്ടോക്കാരൻ പറഞ്ഞിട്ട്, അതെ പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ, ചേച്ചി പൈസ തന്നില്ല, നിങ്ങളെങ്കിലും പൈസ താ, 100 രൂപയായി എന്ന് പറയാണ്. അശ്വിൻ അയാളെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുക്കാണ്, കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് എന്റെ ചേച്ചിനെ കൊണ്ടുപോയെന്ന് ചോദിക്കാണ്. അത് ഇന്ന ഹോസ്പിറ്റലാന്ന് പറയുമ്പോഴേക്കും ആ ഹോസ്പിറ്റലിലേക്ക് അശ്വിൻ പോകുകയാണ്. ആ സമയം അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കണ്ട, അഞ്ജലി നീ എന്തൊക്കെയാ പറയണത്, ഒരു കുഞ്ഞെ കിട്ടാൻ വേണ്ടി നീ എത്രമാത്രം ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് ചെയ്തത്, 5 വർഷം നീ ട്രീറ്റ്മെന്റിലായിരുന്നു, ദൈവം സഹായിച്ചു ഒരു കുഴപ്പമില്ലാതെ നിന്റെ പ്രസവം ഇപ്പൊ 3 മാസമായിട്ടും ഒരു കുഴപ്പമില്ലാതെ നിന്റെ ഗർഭാവസ്ഥ കടന്നു പോകുവാണ്. ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കണത്, എനിക്ക് കുഞ്ഞെ വേണ്ട, അത് മാത്രം അഞ്ജലി വേണം, എനിക്ക് കുഞ്ഞെ വേണ്ട, എന്റെ ജീവിതം തകർക്കുന്ന കുഞ്ഞാണിത് എന്ന രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ അഞ്ജലി കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോ ഡോക്ടർക്ക് ദേഷ്യം വരുവാണ്. ഡോക്ടർ പറയണ്ട, പിന്നെ അഞ്ജലി ഒരു കാര്യം പറയാം, കുഞ്ഞിന്റെ കാര്യത്തിൽ നീ മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ല, നിനക്കൊരു ഭർത്താവുണ്ട്, നിനക്ക് കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, അനിയനുണ്ട്, അതുപോലെ തന്നെ അമ്മുമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, ആന്റിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ ആലോചിച്ചിട്ട് മാത്രം ഈ തീരുമാനം എടുത്താൽ മതി, നിന്റെ ഒറ്റക്കുള്ള തീരുമാനത്തിൽ ഞാൻ ഇതിനെ കൂട്ടു നിൽക്കില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം ഡോക്ടറിന് ഒരു എമർജൻസി കേസ് വരുമ്പോൾ ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ചെയ്യുന്നത്. അഞ്ജലി ഡോക്ടറുടെ റൂമിൽ നിന്ന് പെട്ടെന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ്. അതൊരു എമർജൻസി വാർഡ് ആയിരിക്കും കേട്ടോ. അവിടെയാണെങ്കിൽ കത്തി, അതുപോലെ തന്നെ കത്രിക, തുന്നണ സാധനങ്ങൾ എല്ലാം തന്നെയുണ്ട്. അഞ്ജലി അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ ഇതിനെ സമ്മതിക്കില്ലെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അഞ്ജലി ആ റൂമിൽ കയറിട്ട് ആ കത്രിക, മൂർച്ചയുള്ള കത്രിക കയ്യിലേക്ക് എടുക്കാട്ടോ. എന്നിട്ട് അത് വയറിന്റെ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്താണ് അശ്വിൻ അവിടേക്ക് എത്തുന്നത്. അശ്വിൻ നോക്കുമ്പോ തന്നെ ഇത് കാണുന്നുണ്ട്. ഈ ഒരു കാഴ്ചയാണ് അശ്വിൻ പെട്ടെന്ന് കാണുന്നത്. പെട്ടെന്ന് തന്നെ ചേച്ചി എന്തൊക്കെയാ ചേച്ചി കാണിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അപ്പൊ അഞ്ജലി പറഞ്ഞിട്ട്, എനിക്ക് വേണ്ട, എനിക്ക് കുഞ്ഞിന്റെ മുഖം കാണുമ്പോ അയാൾ ഓർമ്മ വരും, എന്നെ ചതിച്ച അയാളുടെ മുഖം എനിക്ക് ഓർമ്മ വരിക, എനിക്ക് ഒരിക്കലും ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ സാധിക്കില്ല, എന്നെ ചതിച്ച ആളുടെ മുഖം മാത്രമേ എനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഓർമ്മ വരികയുള്ളൂ, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അഞ്ജലി ശരിക്കും പറഞ്ഞാൽ ഒരു വയലന്റ് ആവാട്ടോ. അപ്പൊ അതാകുമ്പോഴേക്കും അശ്വിനും ആകെ വിഷമമാണ്. അശ്വിൻ എങ്ങനെയെങ്കിലും അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു അഞ്ജലി, നീ എവിടെ പോയിട്ടാ കുഞ്ഞ അഞ്ജലിനെ കണ്ടുപിടിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ അശ്വിൻ നടന്ന കാര്യങ്ങളൊക്കെ
പറയാണ് വീട്ടില്. അത് കേൾക്കുമ്പോഴേക്കും മനോരമയും മുത്തശ്ശിയൊക്കെ ആകെ ഞെട്ടിപ്പോവാട്ടോ. കാരണം ആ കുഞ്ഞിനെ വേണ്ടിയിട്ടാണ് അഞ്ജലി ഇത്രയും വർഷം കാത്തിരുന്നത്. എന്നിട്ട് ഒരു ഭർത്താവ് അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി എടുത്ത പടി അങ്ങനെ ചെയ്യുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും ആകെ വല്ലാത്ത ഷോക്ക് പോലെ ആയി പോകുവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കണം. ആ ഒരു ദേഷ്യത്തിൽ നോക്കുവാട്ടോ. എന്നിട്ട് പറയണ്ട്, നീ കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്ര പ്രശ്നം ഉണ്ടായത്. നീ ഒരിക്കലും ഈ കുടുംബത്തിൽ വരാൻ പാടില്ലായിരുന്നു. നീ വന്നില്ലായിരുന്നെങ്കിൽ ശ്യാം ചിലപ്പോ ഇത്ര വൃത്തികെട്ടവനാവില്ലായിരുന്നു. ചിലപ്പോ അയാൾ അഞ്ജലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കുഞ്ഞൊക്കെ ജനിക്കുമ്പോൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല മനുഷ്യനായിട്ട് പോകുമായിരിക്കും. നീ വന്നതോടുകൂടി തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയെന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയണം. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമാവുന്നു കേട്ടോ. ശരിയാ, ഞാൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് ശ്രുതിക്കും തോന്നുവാണ്. ചിലപ്പോ ശ്യാം റെഡിയാവുമായിരിക്കും. അന്ന് ശ്യാം ഒരു കള്ളനാണ്, ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞപ്പോ താൻ നാട്ടിലേക്ക് പോവേണ്ടതായിരുന്നു. ഇവിടെ നിന്നതാണ് താൻ ചെയ്ത തെറ്റെന്ന് ശ്രുതി മനസ്സിലാക്കാണ്. അങ്ങനെ ശ്രുതി അശ്വിനോട് പറയാതെ ആ വീടിന്റെ പടി ഇറങ്ങുവാട്ടോ. അതിനുശേഷം അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കൈയും കാലും പിടിക്കാണ്ട് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ, ശ്രുതി നോക്ക്, ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ചേച്ചി ആ കുഞ്ഞിനെ അങ്ങനെ ഇല്ലാതാക്കാൻ പോയപ്പോ എനിക്ക് സഹിച്ചില്ല. അപ്പൊ ആ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ശ്രുതി നീ ക്ഷമിക്ക്, നീ വീട്ടിലേക്ക് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ശ്രുതി പോവത്തില്ല. പക്ഷെ 2 ദിവസം ഈ പിണക്കം ഉണ്ടാവുള്ളൂ കേട്ടോ ശ്രുതിക്ക്. ശ്രുതിയുടെ ആ ഒരു പ്രണയം പറയാൻ വേണ്ടി അശ്വിൻ എത്രമാത്രം കഷ്ടപ്പെടുമെന്ന് അറിയാവോ? ശ്രുതിക്ക് ബർത്ത്ഡേ ആയിരിക്കട്ടെ ശ്രുതിയുടെ, അതായത് ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശ്രുതിയുടെ ബർത്ത്ഡേ ആണ്. പിണങ്ങിയ ദിവസത്തിന്റെ പിറ്റേ ദിവസം. അപ്പൊ ശ്രുതിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ബർത്ത്ഡേ ദിവസം സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ അശ്വിൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിക്ക് അതിലൊന്നും ഒരു നോട്ടവും ഇല്ല. ശ്രുതി ആണെങ്കിൽ അവിടെ വരില്ല, ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല, നമ്മുടെ ഒറ്റ കാലിൽ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിനെ എങ്ങനെയെങ്കിലൊക്കെ അശ്വിനെ ഇഷ്ടമാണ്, താനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ശ്രുതിയുടെ വായിന്ന് കേൾക്കാൻ വേണ്ടി അശ്വിൻ കുറച്ച് നമ്പറൊക്കെ ഇടും. എന്തായാലും അവരുടെ പ്രണയം നല്ല തകർത്ത് തന്നെയായിട്ട് ഇനി വരാൻ പോണ എപ്പിസോഡ്സിലെല്ലാം. പിന്നെ അഞ്ജലി പതുക്കെ ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. പിന്നെ ശ്യാം ഇനി വരുമോന്നൊരു സംശയമില്ല എല്ലാവർക്കും. ഇനി വരും കേട്ടോ. ശ്യാമിനൊരു ഒരു അവസരവും കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ശ്യാം ആ അവസരത്തിൽ അഞ്ജലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം തന്റെ ജീവിതം നശിപ്പിച്ചത് അഞ്ജലിയാണ് എന്നൊരു രീതിയാണ് ശ്യാമിന്. അതുകൊണ്ട് തന്നെ ശ്യാം എന്താ വെച്ചാൽ അഞ്ജലിനെ ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും ആ വീട്ടിലേക്ക് പാവത്തെ പോലെ കടന്നു കൂടിയിട്ട് അഞ്ജലിനെയും ആ സ്പോട്ടിൽ ആ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടക്ക് ശ്രുതിയുടെയും അശ്വിന്റെ ശരിക്കും യഥാർത്ഥ വിവാഹം, അതായത് അവരുടെ വിവാഹം ഒരു അമ്പലത്തിൽ ജസ്റ്റ് താലികെട്ട് മാത്രമല്ലേ നടന്നുള്ളൂ. അപ്പൊ നിയമപരമായിട്ട് ആ വിവാഹം നടന്നിട്ടില്ലല്ലോ. അപ്പൊ നിയമപരമായിട്ട് അവർ വിവാഹം നടത്താൻ വേണ്ടി വീട്ടുകാരെല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നിയമപരമായിട്ട് വിവാഹത്തിന്റെ കാര്യങ്ങളിലൊക്കെ അടുക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര റൊമാൻസ് ആണ് കേട്ടോ. മലയാളത്തിൽ എത്രമാത്രം റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ കിഡ്നാപ്പിംഗ് സീനിൽ പക്ക ഒരു റൊമാൻസ് ഉണ്ടായല്ലോ. എനിക്ക് തോന്നുന്നു ഈ സീരിയലിൽ തന്നെ ഏറ്റവും വലിയ റൊമാൻസ് ആ ഒരു റൊമാൻറ്റിക് സീൻ ആയിരുന്നു ഈ സീരിയലില്. പക്ഷെ ആ ഒരു സീൻ ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തത് കൊണ്ട് ഇനിയുള്ള റൊമാൻറ്റിക് സീൻ ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത്. ശ്യാമിനെ എല്ലാവരും അടിച്ചു പുറത്താക്കണ ഭാഗം തന്നെയാണ് ഈ ആഴ്ചയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നാളെയും മറ്റന്നാളെയും എന്തായാലും ആ ഭാഗമൊന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച എങ്ങാനും പ്രതീക്ഷിച്ചാൽ മതി. ഇനിയിപ്പോ സച്ചിയുടെ ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും ചൊവ്വ ബുധനിലൊക്കെ വരുന്നത്. പക്ഷെ ഒരു ഭാഗം പോലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ഭാഗം, അതായത് ഈ സീരിയൽ ഹിന്ദിയിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥ തന്നെ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോണത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.